എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 18-ാമത് വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു എന്നുള്ള വാക്കുകളാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയാന്തർഭാഗത്തിനകത്ത് ആഴമായി ഉണ്ടാകേണ്ട ഒരു വിശ്വാസവും ഒരു പ്രഖ്യാപനവും എന്താണെന്ന് ചോദിച്ചാൽ, താൻ തന്നെ തന്നെ വിസ്തരിക്കുമ്പോൾ നീതിയുള്ളവനെന്ന് പറയുവാൻ സാധ്യമല്ലെങ്കിലും തന്നാലാവോളം ദൈവം മുൻപാകെ പരമാർത്ഥതയോടെ ജീവിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നു എങ്കിൽ തനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്: എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുമ്പോൾ ഞാൻ നീതിമാനായി തീരും എന്ന് പറയുവാൻ കഴിയുന്ന വാക്കുകൾ. പുതിയ നിയമത്തിനകത്തേക്ക് നാം കടന്നു വരുമ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായവിസ്താര സഭയുടെ മുൻപാകെ കൊണ്ടുവന്നിരിക്കുന്ന പൗലോസിനെ അവിടെയുള്ളതായി ആളുകൾ വിസ്തരിച്ച് തെറ്റുള്ളവനെന്നും കുറവുള്ളവനെന്നും ഒക്കെ കണ്ടെത്തുമ്പോൾ അവരുടെ വിസ്താരത്തിൻ്റെ മുൻപിൽ പൗലോസ് പറയുന്നതായ വാക്കുകൾ എനിക്ക് അത് എത്രയും ലഘുകാര്യമായി മാത്രമേ തോന്നുന്നുള്ളൂ എന്ന വാക്കുകളാണ്. മാത്രമല്ല, അടുത്ത പദത്തിൽ താൻ പറയുന്നത്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതും ഇല്ല. ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണെങ്കിലും ഞാൻ നീതിമാനാണെന്ന് പറയുവാൻ എനിക്ക് സാധ്യമാകുകയില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്കെതിരെ യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു എന്ന് പറയുകയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ വിസ്താരത്തിൻ്റെ മുൻപിൽ നാം ചെന്നു നിൽക്കുമ്പോൾ നാം നീതീകരിക്കപ്പെടുന്നവരായി തീരുമെന്നുള്ള ഒരാത്മവിശ്വാസം നമുക്ക് നൽകുന്നത് നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ കണ്ടെത്തുന്നതായ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും വീഴ്ചകളും താഴ്ചകളുമൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് സമർപ്പണത്തോടുകൂടി ഒരു ജീവിതം നയിക്കുന്നു എങ്കിൽ ദൈവിക വിസ്താരത്തിൻ്റെ മുൻപിൽ നാം നീതീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ വാക്യത്തിനുള്ളിൽ ഇയ്യോബ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ വിസ്തരിച്ചാൽ ഞാൻ നീതിമാൻ എന്ന് വരണമെന്നില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, എൻ്റെ ദൈവം എന്നെ വിസ്തരിക്കുമ്പോൾ ഞാൻ നീതിമാനായിരിക്കും എന്നോർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് ദൈവം മുമ്പിൽ പറയുവാൻ കഴിയട്ടെ, എൻ്റെ ദൈവം എന്നെ വിസ്തരിക്കുമ്പോൾ ഒരു നീതിമാനായി തീരത്തക്ക തലത്തിൽ ഞാൻ ജീവിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നു എന്ന് പറയുവാനായിട്ട്, അല്ലെങ്കിൽ അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളെ തന്നെ വിസ്തരിച്ചാലോ
മറ്റുള്ളവർ ഞങ്ങളെ വിസ്തരിച്ചാലോ ഞങ്ങൾ നീതിമാന്മാരാകണമെന്നില്ല. എന്നാൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വിസ്താരത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നീതിമാന്മാരായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.